എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 53-ാമത്തെ സർഗത്തിൽ 14 മുതൽ 19 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയത് വിശ്വാമിത്രൻ വസിഷ്ഠനോട് ആവശ്യപ്പെടുകയാണ് കാമധേനുവിനെ. അതുകൊണ്ട് കാമധേനു എനിക്കുള്ളതാണ് എന്നൊക്കെ പറഞ്ഞു. രത്നത്തിനെ കൊണ്ടുപോകേണ്ടത് രാജാവാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ വിശ്വാമിത്ര മഹാരാജാവിനോട് വസിഷ്ഠൻ തിരിച്ചു പറയാണ്, എൻ്റെ ജീവിതം മുഴുവനും ഈ കാമധേനുവിനെ ആശ്രയിച്ചിട്ടാണ്. ഹവ്യവും കവ്യവും പ്രാണയാത്രയുമൊക്കെ ഈ പശുവിനെ ആശ്രയിച്ചിട്ടാണ്. അവൾ എൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുപോവാൻ പറ്റില്ല എന്ന് വസിഷ്ഠൻ ഉറപ്പിച്ചു പറയാണ്. നമുക്ക് 14-ാമത്തെ ശ്ലോകം നോക്കാം. ഇനിയും എന്തൊക്കെയാണ് വസിഷ്ഠന് കാമധേനു എന്നുള്ളതാണ് പറയണത്. ആയത്തമഗ്നിഹോത്രം ച ബലിർഹോമസ്തഥൈവ ച സ്വാഹാകാരവഷട്കാരൗ വിദ്യാശ്ച വിവിധാസ്തഥാ. എൻ്റെ ജീവിതത്തിൽ ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നതായിട്ടുള്ള കുറേ കർമ്മങ്ങളുണ്ട്, കുറേ ക്രിയകളുണ്ട്. അത് മുഴുവനും തന്നെ ഈ കാമധേനുവിനെ ആശ്രയിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അതാണ് ഇവിടെ പറയണത്. ആയത്തം അഗ്നിഹോത്രം ച ബലിഹി ഹോമഃ തഥൈവ ച. ഇവളെ ആശ്രയിച്ചുകൊണ്ടാണ് അഗ്നിഹോത്രം, അതുപോലെ തന്നെ മറ്റ് കർമ്മങ്ങളൊക്കെ. അഗ്നിഹോത്രം പ്രാതകാലത്തിൽ സായംകാലത്തിൽ ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള കർമ്മങ്ങൾ, ദൈവകാര്യങ്ങൾ, പിതൃകർമ്മങ്ങൾ അതൊക്കെ പറഞ്ഞു. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള ഭൂതബലികൾ, അതാണ് ബലി. അഗ്നിഹോത്രം, ബലി, ഹോമങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ പൂർണ്ണമാസം, ദർശം എന്ന് പറഞ്ഞാൽ അമാവാസി ദിവസങ്ങളിൽ ചെയ്യുന്നതായിട്ടുള്ള ചില കർമ്മങ്ങൾ, ചടങ്ങുകളുണ്ട്, ക്രിയകളുണ്ട്. പൂർണ്ണമാസം എന്ന് പറഞ്ഞാൽ പൗർണമി നാളുകളിൽ ചെയ്യുന്നതായിട്ടുള്ള കുറേ പ്രവർത്തനങ്ങളുണ്ട്. അതെല്ലാം തന്നെ ഞാൻ ഈ കാമധേനുവിനെ ആശ്രയിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അവളെ എനിക്ക് തരാൻ സാധിക്കില്ല. സ്വാഹാകാര വഷട്കാരവും വിദ്യാശ്ച വിവിധാസ്തഥ. സ്വാഹാകാരം, വഷട്കാരം എന്നൊക്കെ പറയണത്, സ്വാഹാകാരം, വഷട്ട് എന്നൊക്കെ പറയണത് ഓരോ തരത്തിലുള്ള ദേവത അർച്ചനകളാണ്. അഗ്നയെ സ്വാഹ, അഗ്നിക്കായിക്കൊണ്ട് സ്വാഹ, പിതൃക്കൾക്കായിക്കൊണ്ട് വഷട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നൽകണതിന്, ഈ ഹവിസ് അർപ്പിക്കുമ്പോൾ, ഹവ്യവും കവ്യവും ഒക്കെ അർപ്പിക്കുമ്പോൾ പറയുന്ന ചില മന്ത്രങ്ങളൊക്കെയാണിത്. ഇതെല്ലാം ഞാനിവിടെ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നത് ഇവളെ ഒരാളെ ആശ്രയിച്ചിട്ടാണ്. ആയത്തം എന്നുള്ളതിന് ആശ്രയിച്ചു നിൽക്കുന്നത് എന്നർത്ഥം. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ പറഞ്ഞതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ കാമധേനുവിനെ ആശ്രയിച്ചു കൊണ്ടാണ് വസിഷ്ഠ മഹർഷി നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ആയത്തമത്ര രാജർഷേ സർവമേതെന്ന സംശയ സർവസ്വമേതത് സത്യേന മമ തുഷ്ടികരീ തഥാ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എൻ്റെ ആശ്രമത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള സകല പ്രവൃത്തികളും, അല്ലയോ രാജർഷേ, അവളെ ആശ്രയിച്ചിട്ടാണ്. ആയത്തം, ഈ പശുവിനെ, കാമധേനുവിനെ ആശ്രയിച്ചുകൊണ്ട് മാത്രമാണ്. സർവം ഏതത് സംശയ ന, ഈ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. കാമധേനു ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രവൃത്തിയും മര്യാദയ്ക്ക് നടക്കില്ല. എൻ്റെ ചിട്ടവട്ടങ്ങളൊക്കെ തെറ്റിപ്പോവുകയും ചെയ്യും. സർവസ്വമേതത് സത്യേന, എല്ലാം സത്യമാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ യാതൊരു നുണയുമില്ല. എല്ലാം സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞതാണ്. മാത്രവുമല്ല, ഈ ശബള ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷവുമാണ്. അതാണ് മമ തുഷ്ടികരീ തഥാ. അതാണ് മറ്റൊരു കാരണം. കാമധേനുവിൻ്റെ സാന്നിധ്യം വസിഷ്ഠ മഹർഷിക്ക് വളരെയധികം സന്തോഷവും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ, ക്രിയകളൊക്കെ നടത്താൻ വളരെ സഹായം ചെയ്യുന്നത് കാമധേനുവാണ്. മാത്രമല്ല, കാമധേനുവിൻ്റെ സാന്നിധ്യം വസിഷ്ഠ മഹർഷിയെ, മറ്റുള്ളവരെയൊക്കെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ അടുത്ത് നിന്ന് കാമധേനുവിനെ കൊണ്ടുപോകാൻ പാടില്ല എന്ന് വസിഷ്ഠൻ വിശ്വാമിത്ര മഹാരാജാവിനെ അറിയിച്ചു. നമുക്ക് 16-ാമത്തെ ശ്ലോകം നോക്കാം. കാരണൈർബഹുഭീരാജൻ നദാസ്യേ ശബളാം തവ വസിഷ്ഠേനൈവ മുക്തസ്തു വിശ്വാമിത്രോ ബ്രവീത്തദാ. അടുത്ത ശ്ലോകത്തിൽ ആദ്യത്തെ വരി കൂടി ചൊല്ലാം. സംരബ്ധതരമത്യർത്ഥം വാക്യം വാക്യവിശാരദ. ബഹുഭീ കാരണൈ, ഒന്നും രണ്ടും കാരണങ്ങളൊന്നുമല്ല,
ധാരാളം അനവധി കാരണങ്ങളുണ്ട് ഈ കാമധേനുവിനെ കൊണ്ടുപോകരുത് എന്ന് പറയാൻ. ഹേ രാജൻ, അല്ലയോ മഹാരാജാവേ, പല പല കാരണങ്ങളെ കൊണ്ടും ശബളാം തവ നദാസ്യേ, ശബളയെ ഞാൻ അങ്ങയ്ക്ക് നൽകില്ല, എനിക്ക് തരാൻ പറ്റില്ല. ഇവിടെ ഉണ്ടാവേണ്ടത്, ഈ കാമധേനുവിൻ്റെ ആശ്രമത്തിൽ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് എന്ന് വസിഷ്ഠ മഹർഷി വിശ്വാമിത്രനോട് തുറന്നടിച്ചങ്ങോട്ട് പറഞ്ഞു. അത് കേട്ടപ്പോൾ വസിഷ്ഠേന ഏവം ഉക്തഃ വിശ്വാമിത്രഃ തഥാ അബ്രവീത്, വസിഷ്ഠനാൽ ഇപ്രകാരം മറുപടി പറയപ്പെട്ടവനായിട്ടുള്ള വിശ്വാമിത്ര മഹാരാജാവ് അപ്പോൾ ഇപ്രകാരം പറഞ്ഞു. അതായത് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ, വസിഷ്ഠൻ ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ വിശ്വാമിത്രൻ പറയാണ്, അങ്ങനെ വെറുതെ പറയല്ല, സംരബ്ധതരം അത്യർത്ഥം വാക്യം വാക്യവിശാരദ, വളരെ ഉറപ്പിച്ചുകൊണ്ട്, സംരബ്ധതരം എന്ന് പറഞ്ഞാൽ താൻ പറയുന്നതൊക്കെ അങ്ങ് വിശ്വസിച്ചോളൂ, ഞാൻ തരാമെന്ന് പറഞ്ഞാൽ തരിക തന്നെ ചെയ്യും, ആ കേൾക്കുന്ന ആളുടെ മനസ്സിൽ ഉറപ്പിക്കത്തക്കതായിട്ട് വാക്കുകൾ അത്ര ശക്തമായിട്ട് പ്രയോഗിക്കുകയാണ്. അതാണ് സംരബ്ധതരം അത്യർത്ഥം. അങ്ങനെയുള്ളതായ വാക്യം ഉവാച വാക്യവിശാരദ വിശ്വാമിത്ര അബ്രവീത്. അങ്ങനെ വാക്യവിശാരദനായിട്ടുള്ള വിശ്വാമിത്രൻ വസിഷ്ഠൻ്റെ മനസ്സിൽ ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെയും പറയാണ്, ഹൈരണ്യകക്ഷഗ്രൈവേയാൻ സുവർണാങ്കുശഭൂഷിതാൻ ദദാമി കുഞ്ചരാണാം തേ സഹസ്രാണി ചതുർദശ ഹൈരണ്യാനാം രഥാനാം ച ശ്വേതാശ്വാനാം ചതുർയുജാം ദദാമി തേ ശതാന്യഷ്ടൗ കിങ്കിണീകവിഭൂഷിതാൻ. അടുത്ത ശ്ലോകം കൂടി ചൊല്ലിയാലേ അർത്ഥം കിട്ടുള്ളൂ. ഹയാനാം ദേശജാതാനാം കുലജാനാം മഹൗജസാം സഹസ്രമേകം ദശ ച ദദാമി തവ സുവ്രത. ഹൈരണ്യ കക്ഷഗ്രൈവേയാൻ, ഹൈരണ്യം എന്ന് പറഞ്ഞാൽ സ്വർണം കൊണ്ട്, ഹിരണ്യം എന്ന് പറഞ്ഞാൽ സ്വർണ്ണമാണ്, സ്വർണം കൊണ്ടുണ്ടാക്കിയതായ കക്ഷഗ്രൈവേയാൻ, കഴുത്തിൽ ചുറ്റിക്കെട്ടിയിട്ടുള്ളതായ കയറ്, കച്ചക്കയറ് എന്ന് പറയും, ആ കച്ചക്കയറ് സ്വർണം കൊണ്ടുണ്ടാക്കി അങ്ങനെ കെട്ടി നിൽക്കുന്നതായ സുവർണ അങ്കുശഭൂഷിതാൻ, സ്വർണം കൊണ്ട് നിർമ്മിച്ച തോട്ടികളോട് കൂടിയതുമായ, തോട്ടിയും കച്ചക്കയറൊക്കെ ആർക്കാണുള്ളത്? ആനകൾക്കാണല്ലോ ഉള്ളത്. അതാണ് ദദാമി കുഞ്ചരാണാം തേ സഹസ്രാണി ചതുർദശ, ചതുർദശ സഹസ്രാണി കുഞ്ചരാണാം ചതുർദശ സഹസ്രാണി, 14,000 ആനകളെ, കൊമ്പനാനകളെ ഞാൻ അങ്ങയ്ക്ക് തരാം. വസിഷ്ഠനോട് വിശ്വാമിത്രൻ പറയാണ്, അങ്ങനെ സ്വർണം കൊണ്ട് മൂടിയതായ 14,000 ആനകൾ അത് ഞാൻ തരാം. ഇനി അതല്ലെങ്കിലോ ഹൈരണ്യാനാം രഥാനാം ച ശ്വേതാശ്വാനാം ചതുർയുജാം, ഹൈരണ്യാനാം രഥാനാം, ഹിരണ്യം കൊണ്ട്, സ്വർണം കൊണ്ട് നിർമ്മിച്ചതായിട്ടുള്ള രഥങ്ങൾ, അതിൽ 4 കുതിരകളെ പൂട്ടാവുന്ന, ശ്വേതാശ്വാനാം ചതുർയുജാം, 4 കുതിര, അതാണ് ചതുർയുജാം. ചതുർയുക്ക് എന്ന് പറഞ്ഞാൽ 4 എണ്ണത്തിനെ ചേർത്ത് വയ്ക്കാവുന്ന 4 കുതിരകളാൽ വലിക്കപ്പെടുന്നതായ ധാരാളം രഥങ്ങൾ, കുതിരകൾ വലിക്കുന്നതായിട്ടുള്ള 4 കുതിരകളാൽ വലിക്കപ്പെടുന്നതായിട്ടുള്ള ധാരാളം രഥങ്ങൾ, സ്വർണം കൊണ്ട് നിർമ്മിച്ചതായിട്ടുള്ള രഥങ്ങൾ, അതും ഞാൻ അങ്ങേക്ക് തരാം. എത്ര എണ്ണം തരാം? ശതാന്യഷ്ടൗ കിങ്കിണീക വിഭൂഷിതാൻ, അഷ്ടൗ ശതാനി, 800 രഥങ്ങൾ, സ്വർണം കെട്ടിച്ച കിങ്കിണികളോടുകൂടിയ, അലങ്കാരങ്ങളോടുകൂടിയ, വിഭൂഷിതമായിട്ടുള്ള കുതിരകളെ, 4 കുതിരകളെ പൂട്ടാവുന്ന സ്വർണ്ണനിർമ്മിതമായിട്ടുള്ള രഥങ്ങൾ ഞാൻ അങ്ങേക്ക് എത്ര വേണമെങ്കിലും തരാം. 800 എണ്ണം എൻ്റെ കയ്യിലുണ്ട്, അതും ഞാൻ തരാം. ഇനി നല്ല സുന്ദരന്മാരായിട്ടുള്ള, മിടുക്കന്മാരായിട്ടുള്ള കുതിരകളെ തരാം. ഹയാനാം ദേശജാതാനാം കുലജാനാം മഹൗജസാം സഹസ്രമേകം ദശച, ദേശജാതാനാം, ഉന്നത ദേശത്ത് ജനിച്ചവ, അതായത് ഈ കുതിരകളൊക്കെ പ്രത്യേക ദേശങ്ങളിൽ ജനിച്ചവയായാൽ അതിന് ഗുണം കൂടും എന്ന് പറയും. പ്രത്യേകിച്ച് ഇവിടെ പറയണ, രാമായണത്തിൽ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും കാംബോജത്തിലെ കുതിരകൾ വളരെ കേമാണെന്ന് പറയുന്നുണ്ട്. സിന്ധുദേശത്തിലെ കുതിരകൾ വളരെ ശ്രേഷ്ഠന്മാരായിട്ടുള്ള, കഴിവുള്ള, ആരോഗ്യമുള്ള കുതിരകളാണെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ അതാണ് ഉദ്ദേശിക്കുന്നത്, ദേശജാതങ്ങളായ, എവിടെയാണോ ജനിച്ചാൽ ഏറ്റവും നന്നാവുക അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ജനിച്ചവയായിട്ടുള്ള, കുലജന്മാരായിട്ടുള്ള, നല്ല ഓജസ്സും പ്രാപ്തിയും കഠിനാധ്വാനം ചെയ്യാനുള്ള ശരീരബലം ഉള്ളവയായിട്ടുള്ള ഹയാനാം, കുതിരകളുടെ ഏകം സഹസ്രം ദശച, അതായത് 1010,
അതെന്താണ് അങ്ങനത്തേക്ക് ഒരു കണക്ക് വരണതെന്ന് അറിയില്ല. 1010 കുതിരകളെയും ഞാൻ അങ്ങേക്ക് തരാം. നല്ല മിടുക്കുള്ള, കഴിവുള്ള, ഓടി എത്തി രഥം കൊണ്ടുപോകാനോ അല്ലെങ്കിൽ സൈനികന്മാരെ കൊണ്ടുപോകാനോ ഒക്കെ കഴിവുള്ളതായിട്ടുള്ള കുതിരകളെയും ഞാൻ അങ്ങേക്ക് തരാം. ദശച ദദാമി തവ സുവ്രത, അല്ലയോ തപോവ്രതനായിട്ടുള്ള മഹർഷേ, അങ്ങക്ക് ഞാൻ ഇത്ര 1000 കുതിരകളെയും തരാം, ആനകളെ തരാം, സ്വർണം തരാം, വെള്ളി തരാം എന്നൊക്കെ പറയാണ്. ഇതൊക്കെ തന്നാൽ അങ്ങ് എനിക്ക് ആ കാമധേനുവിനെ, ശബളയെ തരുമോ എന്നുള്ളതാണ് ചോദ്യം. അതാണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും കഴിഞ്ഞിട്ടില്ല, അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. ആയത്തമഗ്നിഹോത്രം ച ബലിർഹോമസ്തഥൈവ ച സ്വാഹാകാരവഷട്കാരോ വിദ്യാശ്ച വിവിധാസ്തഥാ ആയത്തമത്ര രാജർഷേ സർവമേതന്ന സംശയ സർവസ്വമേതത്സത്യേന മമ തുഷ്ടികരീ തഥാ കാരണൈർബഹുഭീരാജന്ന ദാസ്യേ ശബളാം തവ വസിഷ്ഠേനൈവ മുക്തസ്തു വിശ്വാമിത്രോബ്രവീത്തദാ സംരബ്ധതരമത്യർത്ഥം വാക്യം വാക്യവിശാരദ ഹൈരണ്യകക്ഷഗ്രൈവേയാൻ സുവർണാങ്കുശഭൂഷിതാൻ ദദാമി കുഞ്ചരാണാം തേ സഹസ്രാണി ചതുർദശ ഹൈരണ്യാനാം രഥാനാം ച ശ്വേതാശ്വാനാം ചതുർയുജാം ദദാമി തേ ശതാന്യഷ്ടൗ കിങ്കിണീകവിഭൂഷിതാൻ ഹയാനാം ദേശജാതാനാം കുലജാനാം മഹൗജസാം സഹസ്രമേകം ദശ ച ദദാമി തവ സുവ്രത. ഇനി എന്തൊക്കെ കൊടുക്കാനാണ് വിശ്വാമിത്രൻ തയ്യാറാവണത് വസിഷ്ഠന് എന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.